എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോണ ഏട്ടനും കുട്ടൂസും കുറേ ദിവസം മുമ്പ് മാറിയിട്ടാണെങ്കിൽ മണിക്കൂർ പോലെ കേട്ടോ ദിവസങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ കെട്ടുന്നറിയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി ഞാനും അമ്മയൊക്കെ തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും കുട്ടൂസും കുളി കഴിഞ്ഞ് വന്നിട്ട് ശരണം വിളിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരണമൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ ചുരണ്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് തേങ്ങ ചുരല കേട്ടോ. ഓരോന്നും സംസാരിച്ചിരുന്ന് ഇങ്ങനെ തേങ്ങ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനും അതാ പറഞ്ഞത് എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോയിട്ടുള്ളത്, പെട്ടെന്ന് സമയം പോകണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൂടെ ഉണ്ണിക്കൂടെ ടാറ്റ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയായിരുന്നു എപ്പോഴും മലയ്ക്കുമ്പം ഉണ്ണിക്കുട്ടനെ പിന്നിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് അവനെ വന്നുകൊണ്ടിരിക്കും, ഇത്തവണ അങ്ങനെ ഇല്ലാതിരുന്നാൽ മതിയെന്ന് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇടയ്ക്കൂടെ ഉണ്ണിക്കുട്ടനും കുട്ടൂസിനും വിശക്കണമെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റും ചായയും വേണം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ തേങ്ങ ചുരണ്ടൽ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ കെട്ടുനിറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 82 സാറന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അത്രയും കെട്ടുനിറച്ച് വരുമ്പോൾ ടൈം ആവുമല്ലോ. അപ്പോൾ എത്ര നേരം തുടങ്ങിയാലും വൈകുന്നേരം ആവും കേട്ടോ കഴിയുമ്പോൾ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മകരവിളക്ക് ദിവസമാണ് കേട്ടോ കെട്ടുനിറച്ച് പോണത്. എല്ലാ വർഷവും ഈ ഒരു മകരവിളക്ക് ടൈമിൽ അവർ കെട്ടുനിറച്ച് പോകാറുണ്ട് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കേട്ടോ. അവിടെ ഫണ്ടുണ്ട് അവർക്ക്, ഫണ്ട് വക അങ്ങനെ ആണ് പോണത്. അപ്പോൾ ഇത്രയും സാറന്മാർ ഒരുമിച്ച് 2 ബസ്സോളം ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുമ്പോൾ എല്ലാവരുടെയും ഇതുപോലെ ബന്ധുക്കളും അയൽക്കാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചുള്ളൊരു യാത്ര കേട്ടോ. അത് നമുക്ക് തന്നെ ഒരു കണ്ണിന് തന്നെ നല്ലൊരു മനസ്സുണർമ്മയാണ് കേട്ടോ. അതുപോലെ നല്ലൊരു ആശ്വാസം സമാധാനം ഒക്കെ ആയിരിക്കട്ടെ. അങ്ങനെ ഏട്ടൻ കെട്ടുനിറക്കി നിൽക്കുമ്പോഴേക്ക് പോയി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അപ്പം തന്നെ എങ്ങനെ ഒരു 3 മണി ആയിട്ടുണ്ടാകുന്നു. അപ്പോൾ വേഗം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് വന്നതാട്ടോ. ചോറും സാമ്പാറും ഉപ്പേരി ഇഞ്ചിപ്പുളി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കുഞ്ഞു അടിപൊളി ടേസ്റ്റുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ. കഴിച്ച് വരുമ്പോഴും വേറെ സാമ്മാരുടെ കെട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഗുരുസ്വാമിയാണ് കേട്ടോ എപ്പോഴും കെട്ട് നിറയ്ക്കുക. സഹായമായിട്ട് 2 പേര് ആൾ എപ്പോഴും ഉണ്ടാവും. പക്ഷേ എത്ര ആൾക്കാരുണ്ടെങ്കിലും എത്ര ഭയങ്കര ഗുരുസ്വാമിയാണ് എല്ലാവരുടെയും ഇതുപോലെ നെയ്തേങ്ങ നിറയ്ക്കലും കെട്ട് നിറയ്ക്കലും ഇരുമുടിക്കെട്ട് തയ്യാറാക്കലും ഒക്കെ ഗുരുസ്വാമിയാണ് കേട്ടോ ചെയ്യാറ്. ഒരുപാട് വർഷമായിട്ടോ ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണല്ലോ ഗുരുസ്വാമി എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെയും അതുപോലെ വന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ണിക്കുട്ടനും കുട്ടൂസും നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും നിറച്ചിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, മക്കളല്ലേ മെയിനല്ലേ. അപ്പോൾ ഇരുമുടിക്കെട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗുരുസ്വാമി. അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം സമയം 7-7:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുമുടിക്കെട്ടെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ ശേഷം എല്ലാവരും ശരണം വിളിച്ച് തേങ്ങ ഉടച്ച് പടിയിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും കുട്ടൂസും വലം വെച്ചിട്ട് തേങ്ങ ഉടയ്ക്കുകയാണ്. അവരും അങ്ങനെ അയ്യപ്പ സന്നിധിയിലേക്ക് അയ്യപ്പ ദർശനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ വരും. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ബസ്സിന് ആരതി ഒഴിഞ്ഞിട്ട് അവർ യാത്ര പുറപ്പെടണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ബസ് പുറപ്പെടണം.